എല്ലാവരും ഉണ്ണാനിരിക്കുന്നല്ലോ. എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഉണ്ണാൻ വിളിക്കുന്നു. ഒന്ന് വന്നിരിക്കൂ മോനെ. എനിക്കു വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു. അരുൺ ഉറക്കെ പറയുന്നു. ഓ പിന്നെ 8ാം ക്ലാസ് പഠിക്കുന്നവൻ കണ്ടത്. ശരീരം വലയുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം. അതും സമയത്തു കഴിക്കണം. വീട്ടിലെല്ലാവരും സാധിക്കുന്നിടത്തോളം കഴിക്കുകയും. ഉച്ചത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി. ഉച്ച കഴിഞ്ഞ് കളിക്കാനായി അപ്പുറത്ത് നായി ഉരട്ടിയതിനു ശേഷം വീട്ടിൽ കയറി. മൊബൈൽ ഫോണായി മുറിയിലേക്കു കയറിയ അരുൺ അത്താഴം കഴിക്കാൻ ഇറങ്ങി വന്നില്ല. അമ്മ വീണ്ടും വീണു വിളിച്ചു കൊണ്ടേയിരുന്നു. അവൻ ദേഷ്യത്തോട് നോ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റ് വലിയ വായിൽ നിലവിളി കൊണ്ടു വയർ പൊത്തി കരയുകയും. അവൻ വലിയ വയറുവേദനയായി. അവൻ്റെ അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലെത്തി. പരിശോധന കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു. അച്ഛൻ ഞെട്ടി. അരുണിൻ്റെ പാൻക്രിയാസിനും നീരുന്നു. ബയോപ്സിക്കു വിടണം. അരുണിൻ്റെ ആമാശയവും ഉദരത്തിലെ ഏറ്റവും അവയവമാരും മലിനമാണത്രേ. പുറത്ത് നിന്ന് ഭക്ഷി കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിൽ ഇല്ല എന്നും അച്ഛൻ യെസ് സാർ എന്നും പറഞ്ഞു. കളിക്കാനാണ് എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നുമിറങ്ങുന്നവൻ പണിക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും ഫുഡിൻ്റെ അടിമകളായി മാറി. കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങളുടെ ഈ ഉമ്മയുടെ അടിമകളാണോ? ഉമ്മാമി എന്ന ജപ്പാൻ വാക്കിൻ്റെ കൊതിപ്പിക്കുന്ന രുചി എന്നർത്ഥം. തക്കാളി, പനിനീർ, മട്ടൻ, ചിക്കൻ, മത്സ്യം, കൂൺ, കടൽ പായൽ എന്നിവയിൽ നിന്നു ലഭിക്കുന്ന സ്വാഭാവികമായ ഉമ്മി ആരോഗ്യത്തിനും നല്ല. ചിന്തയിൽ സോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമ്മിയുടെ അടിമകളാണോ നമ്മുടെ കഥയിലെ ഒരു കൂട്ടുകാരിൽ ഒറ്റപ്പെട്ടവരും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും MSGയുടെ നിർമ്മിക്കുന്ന ഉമ്മയാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന നാടൻ ഭക്ഷണം ഇന്നാർക്കും വേണ്ട. ഭക്തി എന്ന ഹോട്ടലിലാണ് ഇന്ന് പറയുന്ന പോലെ നാവിൽ വെള്ളം ഉണർത്താൻ അജിനോമോട്ടോയുടെ ഉമ്മാമിക്കു കഴിവുണ്ട്. നൂഡിൽസ്, ഫ്രൈഡ് ചിക്കൻ, ബർഗർ പാറ്റീസ്, ഫ്രോസൺ മോമോസ്, ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്തിയിലും MSGയും കൃത്രിമ നിറങ്ങളും പൊടികളും ആസിഡും എല്ലാം അമിതായ അളവിൽ ചേരുന്നു തുടങ്ങി. കുട്ടികൾ ആർത്തിയോട് ഭക്തിയുള്ള സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകൾ, ആസിഡുകളും. MS ജിന്നുചേട്ടനും നമ്മുടെ നാടൻ ചോറും കറികളും, നാടൻ കോഴിയും കപ്പയും ബീഫും, അപ്പവും മുട്ടക്കറിയും, പുട്ടും കടലയും, ചെണ്ടക്കപ്പയും, കാന്താരി മുളകും, ഉള്ളി മച്ചക്കെ, നള്ളിയുച്ച്, കല്ലു മസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളരുന്ന കേറുന്ന ഈ കേരള നാട്ടിൻ്റെ തനതു ഭക്ഷണ ശൈലികൾക്കൊപ്പം രുചികളുടെയും കുഴിയിലിടുന്ന മൂടുന്നതരാണ്. കൂട്ടുകാരെ, ഭക്ഷണം ഒരു സംസ്കാരമാണ്. ഓരോ നാടിനുമുള്ള സ്വന്തമായ ഒരു ഭക്തസംസ്കാരിത ചരിത്രം. അതിനാൽ നമുക്കു വീട്ടിലെ ഭക്തി കഴിച്ചു വളരാം. അരുണിനെപ്പോലെ
കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പറയുന്നതിൽ ഒരു വിലയുമില്ല. വയറും തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുന്നപോലെ ഡോക്ടർ പറഞ്ഞു. അമ്മ കറികളുടെ രുചിയും ആവി പാറുന്ന ചോറിലൊരു തുള്ളി എണ്ണയുമുപ്പും പുരട്ടി അമ്മ വാരിത്തരുന്ന ചോറുരുളകളുടെ അടുത്തു നിയമാവലിയാകട്ടെ. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.